റിക്രൂട്ട്മെൻറ്റ് സ്കാം പാർട്ട് 2. ഇതിച്ചിരി കട്ടിയുള്ളൊരു സ്റ്റോറിയാണ്. സ്റ്റോറി മീൻസ് റിയൽ സ്റ്റോറി എന്ന് വേണമെങ്കിൽ പറയാം. നമുക്ക് ചുറ്റും ഇപ്പോൾ അറിയാതെ നടക്കുന്നത് എന്നാൽ വളരെ പ്ലാൻഡായിട്ട് നടക്കുന്ന ഒരു കാര്യം. ഈ ഒരു സ്കാമിൽ തൊട്ട് മുന്നേ പറഞ്ഞ ആ ഒരു വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ മലേഷ്യ പോലുള്ള രാജ്യങ്ങളിലേക്ക് ഈ ഒരു ആൾക്കാരെ ജോലി തേടി പോകുന്ന ആൾക്കാരെ വലിയൊരു ശമ്പളവും കാര്യങ്ങളൊക്കെ ചിലപ്പോൾ പെട്രോണാസ് ടവറിലേക്ക് ജോലി എന്നൊക്കെ പറഞ്ഞുകൊണ്ട്, പക്ഷേ ആ പാവങ്ങൾ ആരും പെട്രോണാസ് ടവറിൻ്റെ സൈറ്റിൽ കയറുകയോ അവരോട് ഒരു മെയിൽ അയച്ച് ചോദിക്കുകയോ പോലും ചെയ്യുന്നില്ല. കാരണം പെട്രോണാസ് ടവർ നമുക്ക് അറിയാലോ, ഈ സ്ക്രീനിൽ കാണുന്നത് ഇത്രയും വേൾഡ് പോപ്പുലർ ആയിട്ടുള്ള ആ ഒരു ജോലിയൊക്കെയാണ് അവർക്ക് കിട്ടുന്നത്. അപ്പോൾ അവിടത്തേക്കൊക്കെ ജോലി കിട്ടി പോകാന്നൊക്കെ പറഞ്ഞാൽ തന്നെ അഭിമാനമാണ്. അവരില്ല പൈസയൊക്കെ വിറ്റ് പെറുക്കിയിട്ട് ഈ പാവത്തങ്ങൾ അവിടത്തേക്ക് കയറി പോവുകയാണ്. തീർച്ചയായും മുന്നത്തെ സ്റ്റോറിയിൽ പറഞ്ഞ പോലെ തന്നെ ഇവരുടെ 15 ദിവസത്തെ വിസ കാലാവധി തീരുകയാണ്. ഏജൻറ്റുമാരും കാര്യങ്ങളും ആരും തന്നെ വരുന്നില്ല. അവരെ ഏജൻറ്റ് എന്ന് പറഞ്ഞ ഒരാൾ അവരുടെ പൈസ കൊണ്ട് മുങ്ങി. എന്ന് വെച്ചാൽ അവർക്ക് ജോലിയാക്കി കൊടുക്കേണ്ട ആൾക്കാരെ പൈസ പോലും കൊടുക്കാതെ ഏജൻറ്റ് പറ്റിച്ച് മുങ്ങി എന്ന് പറഞ്ഞിട്ട് വേറെ ഒരു സംഘം ആൾക്കാർ വരികയാണ്. ആ ഏജൻറ്റ് എന്ന് പറഞ്ഞ വ്യക്തി ചിലപ്പോൾ തമിഴ് വംശജനാകാം, ചിലപ്പോൾ മലയാളിയാകാം, എന്തു തന്നെയാകാം. എന്നാൽ പോലും പിന്നീട് വരുന്ന ആൾക്കാർ ഭൂരിഭാഗം ആ ഒരു രാജ്യത്തുള്ള ആൾക്കാരായിരിക്കും. ചിലപ്പോൾ മലേഷ്യൻ ആൾക്കാരായിരിക്കും, ചിലപ്പോൾ അത് ഈ പറഞ്ഞ പോലെ തായ്ലൻഡ് ആണെങ്കിൽ അവിടുത്തെ ആൾക്കാരായിരിക്കാം. എവിടെയായാലും ആ ഒരു നാട്ടുകാർ തന്നെ വരുന്നു, ലോക്കൽസ് തന്നെ വരുന്നു. തീർച്ചയായും ഈ ഒരു 15 ദിവസത്തെ വിസിറ്റിംഗ് വിസയിൽ പോയ ആൾക്കാരുടെ വിസ കാലാവധി തീരുന്നതോട് കൂടിയിട്ട് ഇവർക്ക് പുറത്തിറങ്ങാൻ വേണ്ടി പറ്റില്ല. കാരണം ജയിൽ കാര്യങ്ങളൊക്കെ ഉണ്ട്. മാത്രമല്ല ഇവരെ ഓൾറെഡി ലോക്ക് ചെയ്ത് വെച്ചു. ആ സമയമാകുമ്പോഴത്തേക്ക് അവിടുത്തെ ലോക്കൽസ് വന്നിട്ട് അവരുടെ വക നല്ല രീതിയിൽ ഇടിയും തൊഴിയും ശാരീരികമായിട്ട് നല്ല രീതിയിൽ ഉപദ്രവം ഏൽക്കേണ്ടി വരുന്നു. അതിനുശേഷം കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഇവർക്ക് എവിടെയോ ജോലി ശരിയായിട്ടുണ്ട് എന്നുള്ളൊരു ശുഭവാർത്ത വരികയാണ്. ഇവരെല്ലാവരും സന്തോഷിക്കുകയാണ്. ഇവരുടെ അടുത്തൊക്കെ സ്നേഹപൂർവ്വമായിട്ട് പെരുമാറുകയാണ്. ഇവരെ ജിമ്മിൽ പറഞ്ഞയക്കുകയാണ്. ഇവരുടെ ഡയറ്റ് നോക്കുകയാണ്. ഇവരുടെ ബ്ലഡ് ടെസ്റ്റൊക്കെ ചെയ്യുകയാണ്. അപ്പോൾ വേറൊരാൾ വഴി ചെറിയൊരു മെസ്സേജ് അവിടെ സ്പ്രെഡ് ആകുകയാണ്. നിങ്ങളടുത്ത് ഇപ്പോൾ കാണിക്കുന്ന ഈ ഒരു സ്നേഹം അത് വെറുതെ അല്ല, അതിന് പിറകിൽ വേറൊരു കാരണമുണ്ട്. നിങ്ങളുടെയൊക്കെ ബ്ലഡ് ടെസ്റ്റ് ചെയ്തതിലൂടെ നിങ്ങൾ കൃത്യമായിട്ട് ആരോഗ്യവാന്മാരാണെന്ന് അവർക്ക് മനസ്സിലായിരിക്കുകയാണ്. ഇപ്പോൾ നല്ല രീതിയിൽ പാലും പഴമൊക്കെ തന്നുകൊണ്ട് നല്ല പ്രോട്ടീൻസൊക്കെ തന്നുകൊണ്ട് അവർ നിങ്ങളെ വളർത്തുന്നത് നിങ്ങളുടെ സമയമായി കഴിഞ്ഞാൽ നിങ്ങളുടെ ഓർഗൻസ് മുഴുവൻ അവരെടുക്കും. നിങ്ങളുടെ ബോഡി പോലും കിട്ടില്ല. എല്ലാ കാര്യങ്ങൾക്കും നല്ലൊരു രീതിയിലുള്ളൊരു പൈസ കിട്ടുന്ന മാർക്കറ്റാണ് ഇവിടം. ആയതുകൊണ്ട് തന്നെ അവർക്ക് നഷ്ടപ്പെട്ടിട്ടുള്ള തുക, അതായത് ഏജൻറ്റ് മുങ്ങി എന്ന് പറയുന്ന ആ ഒരു തുക അവർ നിങ്ങളുടെ ശരീരഭാഗങ്ങൾ കണ്ടിച്ച് വിറ്റ് അവരവർ പൈസ ഉണ്ടാക്കും. ഇവൻ നിങ്ങളുടെ മാർക്കറ്റിൽ മാംസത്തിന് പോലും വിലയുണ്ട് എന്നുള്ള രീതിയിൽ പോലും ആ ഒരു മെസ്സേജസ് നിങ്ങളിലേക്ക് എത്തും. ആകെ പാനിക്കായ നിങ്ങൾക്ക് എങ്ങനെയും നാട്ടിലേക്ക് എത്തുക എന്നുള്ളൊരു ചിന്ത മാത്രമേ ഉള്ളൂ. പോയ പൈസയോ കാര്യങ്ങളോ ഒന്നും തന്നെ വേണ്ട. എങ്ങനെയും എനിക്ക് എൻ്റെ വീട്ടിലെത്തിയാൽ മതി, എങ്ങനെയും എനിക്ക് എൻ്റെ മാതാപിതാക്കളെ കണ്ടാൽ മതി എന്നുള്ള രീതിയിലേക്ക് മാറും. പൈസയോ കാര്യങ്ങളോ ഒന്നും തന്നെ വകവെക്കാതെ എങ്ങനെ രക്ഷപ്പെടാനുള്ള ചിന്തയിൽ മാത്രമായിരിക്കും. കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ ടേസ്റ്റ് പോലും അറിയാതെ, രാത്രി ഉറക്കം വരാതെ, നാളെ എൻ്റെ ദിവസം ആയിരിക്കുമോ എന്നുള്ള രീതിയിൽ പേടിച്ചുകൊണ്ട് ഒരുപാട് ദിവസങ്ങൾ കഴിഞ്ഞു കൂട്ടും. ആ ഒരു സമയത്തേക്ക് ചിലപ്പോൾ അപ്രതീക്ഷിതമായിട്ട് ഒരു രക്ഷകൻ നിങ്ങളുടെ ഏജൻറ്റ് ത്രൂവോ, ചിലപ്പോൾ ഏജൻറ്റ് ഒരുപാട് റിക്വസ്റ്റ് ചെയ്തിട്ട് ആ റിക്വസ്റ്റ് ത്രൂവോ എങ്ങനെയും ഒരു രക്ഷകൻ അവിടെ എത്തും. ആള് സ്വയം വലിയൊരു ബിസിനസ്സുകാരനാണ്, അല്ലെങ്കിൽ ഇതിനൊക്കെ ഈ രീതിയിലൊക്കെ ചെയ്ത് വളരെ എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ്. ചിലപ്പോൾ ഒരു ലോയറിൻ്റെ ഭാവത്തിലോ രൂപത്തിലോ ഒക്കെ ആൾ വരും. ചിലപ്പോൾ അവിടെ ഒരു ഫൈറ്റിലൂടെ ചിലപ്പോൾ രക്ഷിച്ചു കൊണ്ടുപോകാം. അല്ലെങ്കിൽ ഇവരുമായിട്ട് നെഗോഷിയേറ്റ് ചെയ്തിട്ട് ഒരു ചെറിയൊരു പൈസയെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി അദ്ദേഹം വഹിച്ചോളാം എന്നുള്ള രീതിയിൽ, രക്ഷകനാണല്ലോ തീർച്ചയായും ആ ഒരു പൈസ അദ്ദേഹം വഹിക്കുമല്ലോ. ആ രീതിയിൽ അദ്ദേഹം ഇവരുടെയൊക്കെ സംരക്ഷണം ഏറ്റെടുത്തുകൊണ്ട് ഇവരെ എങ്ങനെയും ഇവർക്ക് വേണ്ടി വാദിച്ച് വിസയൊക്കെ റെഡിയാക്കി അവിടെയുള്ള ഓഫീസിലൊക്കെ പോയിട്ട് എല്ലാ പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ റെഡിയാക്കി അവരെ വളരെ സന്തോഷപൂർവ്വം യാത്രയാക്കുന്നു നാട്ടിലേക്ക്. അവർ നാട്ടിൽ വന്ന് ആ രക്ഷകനെ ദൈവത്തെ പോലെ പൂവിട്ട് പൂജിക്കുന്നു. പക്ഷേ ആ രക്ഷകനായിരിക്കും മിക്കവാറും ഈ ഒരു സ്ക്രിപ്റ്റിൻ്റെ പിന്നിൽ. അവിടെ ഏജൻറ്റിൻ്റെ പിറകിൽ നിന്നതും ഈ ഒരു രക്ഷകനാകാം. അവരെ ആ റൂമിൽ ലോക്ക് ചെയ്തതും രക്ഷകനാകാം. ഈ ലോക്കലായിട്ടുള്ള ആൾക്കാരെ അവിടെ വിട്ട് ഇവരെ ലോക്ക് ചെയ്തതും രക്ഷകനാകാം. അവരെ മർദ്ദിപ്പിച്ചതും രക്ഷകനാകാം. പാലും പഴവും കൊടുത്തതും ഓർഗൻസ് എടുക്കാനുണ്ട് എന്നുള്ള ന്യൂസ് സ്പ്രെഡ് ചെയ്തത് പോലും രക്ഷകനാവാം. അവസാനം വന്ന് രക്ഷിച്ച് നാട്ടിലെത്തുന്നതോട് കൂടിയിട്ട് ആ പൈസ അവർ മറക്കുന്നു. അങ്ങനെ ഒരുപാട് ആൾക്കാരുടെ പൈസ മറന്ന് നാട്ടിലേക്ക് എത്തുന്ന വഴി ഈ രക്ഷകനെ എല്ലാവരും വാനോളം പുകഴ്ത്തുന്നു. അതിൻ്റെ കൂടെ ഇവരുടെ ഈ പൈസയും രക്ഷകൻ്റെ പോക്കറ്റിൽ. നല്ല സ്ക്രിപ്റ്റ് അല്ലേ? ഇതും നമുക്ക് ചുറ്റിലും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ആയതുകൊണ്ട് നിങ്ങൾക്ക് എവിടെയെങ്കിലും ഒരു ജോലി ഓഫർ അല്ലെങ്കിൽ ഒരു ഓഫർ ലെറ്റർ കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത്
ആ ഒരു കമ്പനിയിൽ നിങ്ങൾക്ക് ആരെങ്കിലും മുഖാന്തരം ഡയറക്റ്റായിട്ട് കോൺടാക്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഒന്ന് ചെയ്തു നോക്കുക. അറ്റ്ലീസ്റ്റ് അവരുടെ ഒഫീഷ്യൽ മെയിൽ, നമുക്ക് ഈ ലോകം മുഴുവൻ നമ്മുടെ വിരൽത്തുമ്പിൽ നമ്മുടെ ഒരു ഫോണിൽ കിട്ടുന്ന ഈ ഒരു നേരത്ത് ജസ്റ്റ് അവർക്കൊരു മെയിലെങ്കിലും, ഒഫീഷ്യൽ മെയിലെങ്കിലും അയച്ച് കൺഫേം ചെയ്തിട്ട് മാത്രം ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് അവനവൻ്റെ ജീവനും ജീവിതത്തിനും ഏറ്റവും നല്ലതായിരിക്കും.